സുപ്രീം കോടതിയേക്കാൾ വലിയ ആളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും. ഹൈക്കോടതി നേരത്തെ പറഞ്ഞിട്ടുള്ള ആവശ്യം തള്ളുന്ന സമയത്ത് കുടുംബം ആവശ്യപ്പെട്ട ചില പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അന്വേഷിക്കണം എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവ കൂടി അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. സർക്കാരിന്റെ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമായ ഒന്നാണ് എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഹൈക്കോടതിയിൽ നേരത്തെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരുന്നു. അത് ഹൈക്കോടതി തള്ളിയതാണ്. അതിനുശേഷം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. ആ അപ്പീലും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി തള്ളിയതാണ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി തള്ളിയ ഒരാവശ്യം വി ഡി സതീശൻ ഉത്തരവിലൂടെ ആവശ്യപ്പെടുമ്പോൾ സുപ്രീം കോടതിയേക്കാൾ വലിയ ആളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും. ഹൈക്കോടതി നേരത്തെ പറഞ്ഞിട്ടുള്ള ആവശ്യം തള്ളുന്ന സമയത്ത് കുടുംബം ആവശ്യപ്പെട്ട ചില പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ അന്വേഷിക്കണം എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവ കൂടി അന്വേഷിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. അക്കാര്യവും വിജിലൻസ് പരിശോധിച്ചുകൊണ്ട് കോടതിയുടെ മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ കോടതിയേക്കാൾ മേലെയാണോ കേരളത്തിലെ സർക്കാർ എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ വി ഡി സതീശന്റെ സ്വന്തം അന്വേഷണ ഏജൻസിയായിട്ടുള്ള വിജിലൻസിനേക്കാൾ അദ്ദേഹത്തിന് വിശ്വാസം CBIയിലാകുന്നത് എന്തുകൊണ്ടാണ്? വി ഡി സതീശന് EDയിലും CBIയിലും വല്ലാത്ത വിശ്വാസമുണ്ടാകുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. ഇക്കാര്യം കേരളീയ സമൂഹം അതീവ ഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടി കുടുംബമാണല്ലോ, പക്ഷെ ആ കുടുംബമാണ് CBI ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴും കോടതി തള്ളിയതിനു ശേഷവും എന്തുകൊണ്ടാണ് പാർട്ടി കുടുംബത്തിനൊപ്പം പാർട്ടി വയ്ക്കാത്തത്? ആര് പറഞ്ഞു കുടുംബത്തിനൊപ്പം പാർട്ടി ഇല്ലാന്ന്? ഈ കാര്യത്തിൽ എന്താണ് ഗവൺമെന്റും പാർട്ടി എടുത്ത സമീപനം? നിയമപരമായി കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തത വരട്ടെ, നീതി നടപ്പിലാവട്ടെ. ഏതെങ്കിലും വിധത്തിൽ ആ നീതി നടപ്പിലാക്കുക എന്നുള്ള കാര്യത്തിനപ്പുറം ഏതെങ്കിലും വിധത്തിൽ പാർട്ടി എന്തെങ്കിലും ഒരു നിലപാടെടുക്കുന്ന നിങ്ങൾ ആരും കണ്ടോ? ഈ കാര്യത്തിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്തി നീതി നടപ്പിലാവട്ടെ എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. പ്രശ്നം എന്താ? കുടുംബം ആവശ്യപ്പെട്ട വിഷയത്തിനെതിരായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന വിഷയം എന്താ? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി തള്ളിയൊരു കേസ്, തള്ളിയൊരാവശ്യം, അതിന്റെ മേലെയാണ് ഇപ്പോ കേരള സർക്കാർ കോടതി വിധിക്കും അപ്പുറം നിന്നുകൊണ്ട് സ്വന്തം അന്വേഷണ ഏജൻസിയിൽ വിശ്വാസമർപ്പിക്കാതെ നേരെ CBIക്ക് വിടുന്ന ഒരു സമീപനം സ്വീകരിച്ചത്. ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടത് അദ്ദേഹത്തിന് വിശ്വാസം അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്വന്തം അന്വേഷണ ഏജൻസിയായ വിജിലൻസിനോടാണോ വിശ്വാസം, അതോ EDയോടും CBIയോടുമാണോ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന പ്രശ്നം. അപ്പോൾ ആരോടാണ് കൂടുതൽ വിശ്വാസം എന്നുള്ളത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ഇവിടെ കൂടുതൽ വിശ്വാസം ഈ കേന്ദ്ര ഏജൻസികളോടാണ് എന്നുള്ള കാര്യം അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അപകടകരമായ ഒരു കാര്യമാണ്. അത് കേരളീയ സമൂഹം ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, അതിൽ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ അതല്ല ഇവിടെ പ്രശ്നം. അങ്ങനെ പല ആവശ്യങ്ങൾ ഉന്നയിക്കുമല്ലോ. ഇപ്പൊ സുപ്രീം കോടതി തന്നെ തള്ളിയ ഒരാവശ്യം, അതിനപ്പുറം മറ്റൊരു ഗവൺമെന്റ് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ ഇപ്പൊ വിജിലൻസ്. ആ വിജിലൻസിന്റെ കയ്യിൽ കൊടുത്തിട്ട് അതിൽ എന്തെങ്കിലും കൂടുതൽ അന്വേഷിക്കാനുണ്ടെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടാമല്ലോ.
അപ്പോൾ സ്വന്തം അന്വേഷണ ഏജൻസിയിൽ ഇല്ലാത്ത വിശ്വാസം CBIയിൽ എന്തുകൊണ്ടുണ്ടാവുന്നു? അതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടത്. മതി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണല്ലോ വിജിലൻസ് കാര്യം പറയുന്നത്. സതീശന്റെ വിജിലൻസ് അല്ലല്ലോ അന്നത്തെ സർക്കാരിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞത്. അന്നത്തെ സർക്കാരാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ കുടുംബവും പറയുന്നത്. അന്വേഷണ ഏജൻസി അന്വേഷണ ഉദ്യോഗസ്ഥൻ മേൽനോട്ടം വഹിച്ച രത്നകുമാർ ആ അന്വേഷണ റിട്ടയർമെന്റിന് തൊട്ട് പിന്നാലെ CPMന്റെ കാൻഡിഡേറ്റായി മത്സരിക്കുന്നു. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നുകൊണ്ട് രാഷ്ട്രീയ നേതാവിനെ ഞാനിപ്പോൾ ആ കേസിന്റെ മെറിറ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി തള്ളിയൊരാവശ്യമാണ്. സുപ്രീം കോടതി തള്ളുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അന്വേഷണമൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആ ഘട്ടത്തിലുള്ള സർക്കാരല്ലല്ലോ. സുപ്രീം കോടതി അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ ഈ വിജിലൻസ് ഉണ്ടല്ലോ, അതിനെക്കൊണ്ട് കൂടുതൽ പരിശോധിക്കാൻ വേണ്ടി ആവശ്യപ്പെടാമല്ലോ. അപ്പൊ അതിനു പകരം അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് CBIയിൽ ഇത്രയധികം വിശ്വാസം വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഉയർത്തിയ പ്രശ്നം. ഞങ്ങൾക്ക് എന്തിനാണ് ആശങ്ക? ആര് വന്നാലും ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് ആശങ്കന്റെ പ്രശ്നം എന്താ? ഞാൻ പറയുന്നത് സ്വന്തം അന്വേഷണ ഏജൻസി കയ്യിലുണ്ടല്ലോ. ആ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസമില്ലാതെ VD സതീശൻ എന്തുകൊണ്ടാണ് CBIയിൽ ഇത്രയേറെ വിശ്വാസം? അത്രയേ ഉള്ളൂ.